നമസ്കാരം. ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡ് അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാനാണെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് മുട്ട ബുർജി അല്ലെങ്കിൽ എഗ് ബുർജി. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബുർജിയാണ്. തട്ടുകടകളിലൊക്കെ പെട്ടെന്ന് വിറ്റുപോകുന്ന ഒരു വിഭവമാണ് ഈ മുട്ട ബുർജി. ഫ്രണ്ട്സ്, എൻ്റെ പേര് ആശാ വിനീത്. വെൽക്കം ടു ധ്രുവദേവ് വേൾഡ് മലയാളം റെസിപ്പീസ്. ഇന്നിവിടെ സിമ്പിളായിട്ടുള്ള എഗ് ബുർജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ടയുടെ അളവ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഇതിലുള്ള ഓരോ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിനായിട്ട് ഇവിടെ ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഒരു ചെറുത്, നമ്മൾ അതിൻ്റെ കുരു ആ ഒരു വഴുവഴുപ്പുള്ള ഭാഗമൊക്കെ മാറ്റിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് എടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ 2 പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് വേണ്ട പൊടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഉപ്പ്. ഇത്രയും മതി നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള മുട്ട ബുർജി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വെച്ചിട്ട് മുട്ട ബുർജി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ 3 മുട്ട ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മുട്ട അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു വിസ്കോ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മുട്ട നമുക്ക് അടിച്ചെടുക്കാം. ഇവിടെ മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം, അല്ലെങ്കിൽ ബട്ടർ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിലായാലും മതി. അപ്പോൾ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കണ്ടേ, അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇവിടെ ഓയിൽ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ഞാൻ അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഒരു മീഡിയം സോഫ്റ്റ് ആവണ വരെ നമുക്കിതൊന്ന് വഴറ്റാം കേട്ടോ. ആദ്യം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടും പിന്നെ ഒരു 3 മിനിറ്റ്, ആദ്യം 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റാം, പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 3 മിനിറ്റും കൂടി വഴറ്റാം. നമുക്ക് ഏകദേശം ഒരു കറക്റ്റ് മീഡിയം സോഫ്റ്റ് പാകാവും. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ, ഞാൻ പറഞ്ഞില്ല നേരത്തെ ജിഞ്ചർ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന്, അത് കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് 2 ഗ്രീൻ ചില്ലീസ് നമുക്ക് അരിഞ്ഞതും കൂടി ചേർക്കാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല ഇഞ്ചിയുടെയും പച്ചമുളകും സവാളയുടെയൊക്കെ നല്ല മണം വരും. പ്രത്യേകിച്ച് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണമാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ലോ ഹീറ്റിൽ തന്നെ, ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമുക്കൊരു 2 മിനിറ്റും കൂടി ഒന്ന് വഴറ്റാം. ഒപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കി ചേർക്കണം. നമ്മൾ മുട്ടയിൽ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, ഇവിടെയും കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പും എരിവൊക്കെ നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നോക്കി ചേർക്കുക. ഇതൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിങ്ങനെ വഴറ്റാം. ഇവിടെ തക്കാളി 2 മിനിറ്റ് ഞാൻ ലോ
ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊരു മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. ഒരു മിനിറ്റ് ഇത് നമുക്കിതൊന്ന് ഇതിലോട്ട് വഴറ്റാം. അപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കറക്റ്റ് ആവും. ഇവിടെ പൊടികളൊക്കെ കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതായത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഇനി പതുക്കെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മുട്ട ഇങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുത്തി കുത്തി പതുക്കെ. നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ മുട്ട ചിക്കുക എന്നുള്ളത്. ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോരുത്തരുടെ പാകം അനുസരിച്ച് അത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ എരിവൊക്കെ കുറവാന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. ഇത് ആവശ്യമനുസരിച്ച് നമുക്ക് പാകം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള കിഡിലൻ മുട്ട ബുർജി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുട്ട ബുർജി റെഡി ആയി കഴിഞ്ഞു. നമുക്കിതൊരു സെർവിങ് ബോളിലോട്ട് മാറ്റാം. ചെറു ചൂടോട് കൂടി തന്നെ ഇത് കഴിക്കാൻ ശ്രമിക്കുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ്സ് ബോക്സിൽ എഴുതി അറിയിക്കുക. See you with another video. Thanks for watching.